പൂത്തുലഞ്ഞ കണിക്കുന്ന പോലെ എല്ലാവരിലും സന്തോഷമെത്തിക്കുന്ന ആഹ്ലാദത്തിന്റെ ഉത്സവമാണ് വിഷുവെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. സമൃദ്ധിയുടെ ദിനങ്ങൾ നേരുന്ന വിഷു പ്രകൃതി സൗഹൃദമായി ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നും അമ്മ പറഞ്ഞു. പ്രകൃതിയുടെ ഭാഗമായ മനുഷ്യർ പ്രകൃതിയെ സ്നേഹിക്കണം. സ്നേഹവും ഒരുമയുമുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണം എന്ന സന്ദേശമാണ് വിഷുക്കണി നൽകുന്നത്. പ്രപഞ്ചശക്തിയെ ഓർമ്മിച്ചാകണം ഓരോ ദിവസത്തിന്റെയും തുടക്കം. മനസ്സിൽ പ്രതീക്ഷകൾ നിറയ്ക്കാനും നല്ലൊരു തുടക്കത്തിനും ഈ വിഷുവിൽ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്നും അമ്മ ആശംസിച്ചു. അടിമുടി പൂത്തുള്ളി നിൽക്കുന്ന കണിക്കുന്ന പോലെ എല്ലാവർക്കും സന്തോഷമാകുന്ന ആഘോഷമാണ് വിഷു. സമ്പൽ സമൃദ്ധിയുടെയും പ്രകൃതി പരിപാലനത്തിന്റെയും സന്ദേശമായിട്ടാണ് ഓരോ വിഷുവും കടന്നു വരുന്നത്. പ്രകൃതിയുടെ ഇണങ്ങിയുള്ള ഒരു ജീവിതം ആരോഗ്യപരമായ ഒരു ജീവിതചര്യ, ഐക്യവും സ്നേഹവും തുടിക്കുന്ന കുടുംബജീവിതം, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കണം എന്നുള്ള കുടുംബ പാഠം, ഇവിടെയെല്ലാം സന്ദേശം വിഷുക്കണി ഉൾക്കൊള്ളുന്നു. വിഷു നൽകുന്ന മറ്റൊരു പ്രധാനമായ സന്ദേശം പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷികൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയ എല്ലാ ജീവങ്ങളുമായി നമ്മൾ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ ജീവിതം അവരുടെ ജീവിതമായി താളലയത്തിൽ വർദ്ധിക്കുമ്പോഴാണ് ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകുന്നത്. മാത്രമല്ല, പ്രകൃതി സകല ജലാശയങ്ങളും പരസ്പര ആശ്രയത്തിലാണ് നിലകൊള്ളുന്നത്. പ്രകൃതി സസ്യങ്ങളും വൃക്ഷങ്ങളും മൃഗങ്ങളും നിലനിൽക്കുന്നതുകൊണ്ടാണ് മനുഷ്യ ജീവിതം സാധ്യമാകുന്നത്. അവയില്ലെങ്കിൽ മനുഷ്യമില്ല, മനുഷ്യ സംസ്കാരവും ഇല്ല. പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഐക്യത്തിന്റെയും പഴയതും പുതിയതുമായ തലമുറകളെ ബന്ധിപ്പിക്കുന്നതിന്റെയും പ്രതീകമാണ് വിഷു. ഇത് കേവലം ഒരു ആചാരമോ ആഘോഷമോ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട മഹത്തായ ഒരു ജീവിത സന്ദേശം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രകാശമാനമായ ഒരു ജീവിതത്തിന്റെ ശുഭാരംഭത്തെ സൂചിപ്പിക്കുന്നതാണ് വിഷു. ചുറ്റിനും ഇരുട്ടാണെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പോലും പ്രകാശം കാണാനുള്ള മനസ്സിന്റെ ശക്തിയുടെയും വിശാലതയുടെയും സന്ദേശമാണ് വിഷു നൽകുന്നത്. ആ യാത്ര ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ നമുക്ക് കഴിയട്ടെ. പ്രകൃതിയോടും ജീവജാലങ്ങളോട് സ്നേഹബന്ധം വളർത്താനും പ്രകൃതി താളലയം വീണ്ടെടുക്കാനുള്ള കർമ്മങ്ങളിൽ മുഴുകാനും അങ്ങനെ ഭൗതികമായും ആത്മീയമായും വികസിക്കാനും നമുക്കെല്ലാം കഴിയട്ടെ. കൃപ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ.